2019 മുതൽ 2023 വരെ തുടർച്ചയായി പരാജയങ്ങൾ മാത്രമുള്ള നടൻ. ഒരു നാൾ മോഹൻലാലിന് പോലും ചലഞ്ച് കൊടുത്ത നടൻ. പറഞ്ഞു വന്നത് നിവിൻപോളിയെ പറ്റിയാണ്. I'm just gonna work on the Jara moves, man. With the best performance. It's not anything like surely. 2010 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബിലൂടെയാണ് നിവിൻപോളിയുടെ തുടക്കം. എന്താടാ നീ വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു. ആണോടാ നീ കുഴപ്പമുണ്ടാക്കോടാ? പറയടാ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ. തല്ലടാ. ഒന്ന് തല്ലി നോക്കടാ. പിന്നീട് കുറെ സിനിമകൾ വന്നെങ്കിലും 2012 തട്ടത്തിമറയത്ത് എന്ന മറ്റൊരു വിനീത് ശ്രീനിവാസൻ സിനിമയിലൂടെ യുവാക്കളുടെ മനസ്സിൽ കയറി. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ആളുകളെ പിരിച്ചു കളാതെ ഏതെങ്കിലും നാട്ടിൽ പോയി നമുക്ക് ജീവിക്കാം. ഇങ്ങനെയാണ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സത്യം പറയാലോ, എന്റെ അത്ര ഭംഗിയുള്ള പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. എന്റെ അമ്മയാണ് സത്യം. ഒന്നേപടി ഗോപാലമാഷിന്റെ വീട്ടില് നിസ്കാരപ്പായതിരിക്കാൻ ഒരു മുറി ഒഴിച്ച് 2012 തന്നെ ഡാ തടിയ എന്ന ചിത്രത്തിലൂടെ ശക്തമായ നെഗറ്റീവ് റോളും നിവിൻപോളി ചെയ്തു. പഞ്ച് ഓർമ്മയില്ല നിനക്ക്? ശ്വാസം കിട്ടാതെ ഉൾക്കൂട്ടിക്കിടന്ന് മറന്നു. 2013 നേരം, 5 സുന്ദരികൾ, 2014 1983, ഓം ശാന്തി ഓഷാന, ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ തുടങ്ങിയ സിനിമകൾ 2013-14 ഹിറ്റുകളായിരുന്നു. 2015 വടക്കൻ ശില്പി, പ്രേമം എന്നീ 2 ഹിറ്റുകൾ. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ തരംഗമുണ്ടാക്കിയ ചിത്രമായിരുന്നു പ്രേമം. പ്രേമം കൂടി ഹിറ്റായതോടെ നിവിൻപോളി ഉണ്ടാക്കിയത് സൗത്ത് ഇന്ത്യയിൽ തന്നെ സ്റ്റാർഡമായിരുന്നു. പതിനാറിൽ ആക്ഷൻ ഹീറോ വിജു, ജേക്കബിന്റെ സ്വർഗരാജ്യം എന്നീ 2 ചിത്രങ്ങളിലൂടെ നിവിൻപോളി വീണ്ടും ഹിറ്റടിച്ചു. സഖാവ്, ഞങ്ങളോട് നാട്ടിൽ ഇടവേള, കായംകുളം കൊച്ചുണ്ണി, മിക്കായൽ, ലവ് ആക്ഷൻ ഡ്രാമ എന്നീ സിനിമകൾ ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നുവെങ്കിലും നിവിന്റെ ക്യാരക്ടറിന് ഇമ്പാക്ട് ഇല്ലായിരുന്നു. ആ പഴയ എനർജറ്റിക് ആയിട്ടുള്ള നിവിൻപോളിയെ കാണാനും പറ്റില്ല. 2019 മുതൽ 2023 വരെയുള്ള നിവിൻപോളി ചിത്രങ്ങളെക്കുറിച്ച് പറയാതെ ഇരിക്കുന്നതാണ് നല്ലത്. എന്നാൽ 2024 പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ ക്യാമിയോ റോൾ, ആ ക്യാമിയോ റോളിലൂടെ ആ പഴയ നിവിൻപോളിയെ കാണാൻ സാധിച്ചു. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടാക്കുന്നു. ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ 3-4 ബിരിയാണി കൂടുതൽ കഴിച്ചു വരും. അതിന്റെ പേരിൽ ഞാൻ തടി വെച്ച നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമേനിയാക്സ് എന്നെ ബോഡി ഷേവിംഗ് ചെയ്യും. ആ ബാധചൂടം കളിയാക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാട്ടികളെ, ബോഡി ഷേമിംഗ് ചെയ്യുന്ന പാട്ടികളെ. 2019 ശേഷം നഷ്ടപ്പെട്ടു പോയ തന്റെ സ്റ്റാർഡം തിരിച്ചു പിടിക്കൂ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2024 പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ ആ ക്യാമിയോ.
കഥ കേൾക്കണ്ടേ നീയൊക്കെ കൂട്ടിയിട്ട് തയ്യാറാക്കണം മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിൽ സെന്റ് പെർഫോമൻസ് ആയിരുന്നു നിവിൻ കാഴ്ചവെച്ചത്. 2025 വരുന്ന അപ്ഡേറ്റുകളും ലൈനപ്പും നോക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, നിവിൻ ഇവിടെ തന്നെ കാണും. നേരം രണ്ടു വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും.